എക്സ്പെൽ സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരരുചി എന്ന ബ്രാഹ്മണ പണ്ഡിതന് ജനിച്ച 12 മക്കളിൽ ഒരുവനാണ് അകവൂർ ചാത്തൻ. ഓരോ മക്കൾ ജനിക്കുമ്പോഴും വരരുചി അയാളുടെ മക്കളെ ഓരോ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച് യാത്ര തുടർന്നു. ആ യാത്രയിൽ ഒരു മകൻ ഉപേക്ഷിച്ചത് ചൊവ്വരയ്ക്കടുത്ത് അകവൂർ നാട്ടിലെ ഒരു പുഴക്കരയിലാണ്. എന്നും പുഴക്കരയിൽ വന്ന് കുളിച്ചു പോകുന്ന അകവൂർ മനയിലെ കാരണവർ അന്നവിടെ കണ്ടത് ഒരു നവജാത ശിശുവിനെയാണ്. തിരുമേനി ആ കുട്ടിയെയും ഇല്ലത്തേക്ക് കൂട്ടി തൻ്റെ ഭൃത്യന്മാരുടെ കൂടെ വളർത്താൻ തീരുമാനിച്ചു. കാലങ്ങൾ കഴിഞ്ഞു. ചാത്തൻ വലുതായി. ചാത്തൻ നമ്പൂതിരിക്ക് ഒരു നല്ല സഹായിയായി മാറി. യാത്രകൾക്ക് കൂടെ പോകാനും ഇല്ലത്തെ പണികൾ വൃത്തിയോടെ ചെയ്യാനും ചാത്തന് നല്ല മിടുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്പൂതിരിക്ക് ചാത്തനോട് ഇഷ്ടം കുറച്ചു കൂടുതലാണ്. ചാത്തന്റെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞും ചാത്തന്റെ കഥകൾ കേട്ടുമാണ് ഇവർ നാട്ടിൽ യാത്രകൾ ചെയ്തിരുന്നത്. കാലങ്ങൾ കഴിഞ്ഞു. എന്നും ബ്രഹ്മമുഹൂർത്തത്തിലാണ് നമ്പൂതിരി പുഴയിൽ കുളിക്കാൻ പോകുന്നത്. ശേഷം ഇല്ലത്ത് വന്ന് അദ്ദേഹം ശിവാരാധന നടത്തിപ്പോന്നു. കുളിക്കാൻ പോകുമ്പോൾ എന്നും കൂടെ പോകുന്ന ചാത്തൻ അന്ന് ഒരു സംശയം തിരുമേനിയോട് ചോദിച്ചു. അങ്ങ് എന്തിനെയാണ് എന്നും കാലത്ത് പ്രാർത്ഥിക്കുന്നതെന്ന്. ചാത്തന്റെ സംശയങ്ങൾ എന്നും രസകരമാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ മറുപടി കൊടുക്കാമെന്ന് നമ്പൂതിരി തീരുമാനിച്ചു. ഓ, ഞാനോ? ഞാൻ പ്രാർത്ഥിക്കുന്നത് പരബ്രഹ്മത്തെയാണ്. ആണോ? അതെങ്ങനെയിരിക്കും? ചാത്തന്റെ അടുത്ത ചോദ്യം. ഇനിയും ചാത്തന്റെ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും എന്നറിയാവുന്ന തിരുമേനി വേഗം തന്നെ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അത് നീ എന്നും പാടത്ത് പണിക്ക് കൊണ്ടുപോകുന്ന പോത്തിനെ പോലെ ഇരിക്കും. ആഹാ, അങ്ങനെയാണോ? പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ആ പോത്തിനെ. നിനക്കതിനെ കാണാൻ പറ്റില്ല. അതിന് 41 ദിവസം വ്രതമെടുത്ത് ധ്യാനിച്ച് അതിനെ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തണം. ഇത് പറഞ്ഞ് അവർ യാത്ര തുടർന്നു. പക്ഷേ ചാത്തന്റെ മനസ്സിൽ ഇത് കിടന്നു. എനിക്കും കാണണം പരബ്രഹ്മ പോത്തിനെ. ചാത്തനത് മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ നമ്പൂതിരി പറഞ്ഞതുപോലെ 41 ദിവസം കഠിന വ്രതമെടുത്ത് പ്രാർത്ഥന തുടങ്ങി. ചാത്തന്റെ നിഷ്കളങ്കമായ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ സംപ്രീതനായ ശിവൻ ചാത്തന്റെ മുന്നിൽ പോത്തിന്റെ രൂപത്തിൽ തന്നെ അവതരിച്ചു. നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ കൂടെ പാടത്ത് പണിയെടുക്കാനും ഭാരം ചുമക്കാനും എപ്പോഴും കൂടെ വേണം എന്നാണ് ചാത്തന്റെ മറുപടി. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് പരബ്രഹ്മം പോത്തിന്റെ രൂപത്തിൽ ചാത്തന്റെ കൂടെ നടക്കാൻ തുടങ്ങി. ഇല്ലത്തെ പണികളും പാടത്തെ പണികളും ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോയി. കാലങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ നമ്പൂതിരി ചാത്തനെ കൊണ്ട് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. യാത്രയിൽ ചാത്തന്റെ കൂടെ പോത്തും കൂടി. ചാത്തൻ യാത്രയിൽ ഇടയ്ക്ക് പോത്തിനോട് സംസാരിക്കും. ഇത് നമ്പൂതിരി ശ്രദ്ധിച്ചു. ഇതൊക്കെ ചാത്തന്റെ ഓരോ നേരം പോക്കുകളാകുമെന്ന് കരുതി നടന്ന നമ്പൂതിരി അത് കാര്യമാക്കിയെടുത്തില്ല. അങ്ങനെ നമ്പൂതിരി എവിടേക്കാണോ യാത്ര ചെയ്തത് അവിടെ എത്തിച്ചേർന്നു. കൂടെ ചാത്തനും. ആ വീടിന്റെ മുന്നിൽ ഒരു ചെറിയ പൂമുഖ പടിയുണ്ട്. ആ പടിയുടെ വാതിൽ വീതി കുറച്ച് കുറവാണ്. നമ്പൂതിരിയും ചാത്തനും അതുവഴി കടന്നു. പക്ഷേ പോത്തിന് തൻ്റെ കൊമ്പിൻ്റെ വീതി കാരണം അതുവഴി കടക്കാൻ തടസ്സമുണ്ടായി. വശങ്ങളിലെ കട്ടില കൊമ്പിൽ തട്ടി. ഇത് കണ്ട് ചാത്തൻ കൊമ്പിൽ പിടിച്ച് ചെരിച്ച് കടത്താൻ ശ്രമിച്ചു. നമ്പൂതിരി തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ ചാത്തൻ എന്തൊക്കെയോ ഗോഷ്ഠികൾ കാട്ടിക്കൂട്ടുന്നു. അതുകൊണ്ട് നമ്പൂതിരി ചോദിച്ചു, നീ എന്തായി കാണിക്കുന്നേ? വേഗം വരൂ. അപ്പോൾ ചാത്തൻ പറഞ്ഞു, പോത്തിന് അകത്തേക്ക് വരാൻ പറ്റുന്നില്ല. പോത്തോ? ഏത് പോത്ത്?
എൻ്റെ ബ്രഹ്മൻ പോത്ത്. ഇത് കേട്ട് നമ്പൂതിരി ചിരിച്ചു. ഓ, നിനക്കുമുണ്ടോ പരബ്രഹ്മപ്പോത്ത്? ആ തിരുമേനി, അങ്ങയുടെ കയ്യിലുള്ളതുപോലെ തന്നെ എനിക്കുമുണ്ട് പരബ്രഹ്മപ്പോത്ത്. ആണോ? എന്നിട്ടെവിടെ? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ആട്ടെ, നിനക്ക് എവിടെ നിന്ന് കിട്ടി അതിനെ? അപ്പോൾ ചാത്തൻ പറഞ്ഞു, തിരുമേനിയല്ലേ പറഞ്ഞത് എന്നോട് 41 ദിവസം വ്രതമെടുത്ത് ധ്യാനിക്കാൻ. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ കൂടെ വന്നതാണ് ഈ പരബ്രഹ്മപോത്ത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ നമ്പൂതിരിയുടെ മുഖത്തെ ചിരി മാറി. അപ്പോഴും ചാത്തൻ അവനു മാത്രം കാണാൻ കഴിയുന്ന പോത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് ചെരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്പൂതിരി വേഗം പോയി ചാത്തൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പോൾ അതാ നിൽക്കുന്നു ഭീകരനായ തേജസ്സുള്ള ഒരു വലിയ പോത്ത്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്പൂതിരി ചാത്തൻ്റെ കാൽക്കൽ വീണു തൻ്റെ അഹങ്കാരത്തിന് മാപ്പ് പറഞ്ഞു. അപ്പോൾ ചാത്തൻ്റെ കൂടെയുണ്ടായിരുന്ന പരബ്രഹ്മപ്പോത്ത് ഓടി പുറകെ ചാത്തനും. പോത്ത് നേരെ പോയത് ഒരു കുളത്തിലേക്കാണ്. പോത്ത് ആ കുളത്തിലേക്ക് ചാടി വെള്ളത്തിലേക്ക് ആണ്ടുപോയി. പുറകെ വന്ന ചാത്തന് പിന്നീട് പോത്തിനെ കാണാൻ പറ്റിയില്ല. ചാത്തൻ ഒരുപാട് കരഞ്ഞു. അവൻ വീണ്ടും പോത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ വർഷങ്ങളോളം തൊട്ടടുത്തുള്ള ഒരു ആൽച്ചുവട്ടിലിരുന്ന് തപസ് ചെയ്തു. ചാത്തൻ്റെ പരബ്രഹ്മപ്പോത്തും ചാത്തനും പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. പരബ്രഹ്മം പ്രത്യക്ഷത്തിൽ വന്ന ആ ഇടം പിന്നീട് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം ആയി മാറി. കഥയിൽ ചിലർ ഇത് പോത്തല്ല കാളയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പറയുന്ന ചാത്തൻ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് 390 ചാത്തന്മാരിൽ ഒരാളാണ് എന്നാണ്. എന്നാൽ അതങ്ങനെയല്ല. ഇത് പറയിപെറ്റ പന്തിരുകുലത്തിലെ മക്കളിൽ ഒരുവൻ മാത്രമാണ്. അതൊരു മനുഷ്യനാണ്.